ഈ ഉച്ചഭാഷിണിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ സസൂക്ഷ്മം ശ്രദ്ധിക്കുന്ന ഈ ദേശനിവാസികളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹം നിറഞ്ഞ വന്ദനങ്ങളും ഈ മൈക്ക് പോയിന്റിലേക്ക് സ്വാഗതവും അറിയിക്കുന്നു. ലോകമെമ്പാടും യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാടുന്ന ഈ സവിശേഷ ദിവസം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് ഈ കാലഘട്ടത്തിൽ മാനവ ജനതയ്ക്ക് നൽകുന്ന സന്ദേശത്തെ മനസ്സിലാക്കി നിങ്ങളോട് പ്രതിവചിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ നാട് ഏറ്റവും അപകടകരമായ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മദ്യവും മയക്കുമരുന്നും അതുമായി ബന്ധപ്പെട്ട നിരവധി തിന്മകളും പ്രായഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ മനുഷ്യനെ കടന്നു പിടിച്ച് അവൻ്റെ ജീവിതത്തെ നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണം എന്ന് വെച്ച് നമ്മുടെ ഗവൺമെൻറ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും വളരെ ശാസ്ത്രീയമായ നിലപാടുകൾ കൈക്കൊണ്ടുകൊണ്ട് മനുഷ്യനെ ബോധവൽക്കരണത്തിൻ്റെ പാതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഭരണതലത്തിൽ അധികാരത്തിലിരിക്കുന്ന ആദരണീയരായ സകല വ്യക്തികളടക്കം സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ ആധ്യാത്മിക മേഖലകളിൽ അടക്കമുള്ള വിവിധ ആൾക്കാർ തങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന പശ്ചാത്തലത്തിൻ്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മനുഷ്യനെന്ന് നേരിടുന്ന ഈ തിന്മകളുടെ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താനാകും എന്നുള്ള പഠന നിരീക്ഷണത്തിൻ്റെ പരിണിത ഫലമായി സമൂഹത്തിൻ്റെ താഴെത്തട്ട് മുതൽ ഏതറ്റം വരെയുമുള്ള എല്ലാ മനുഷ്യരാശിയോടും ഈ മഹാവിപത്തിൻ്റെ പരിണിത ഫലങ്ങളെ ഉദ്ഘോഷിച്ചുകൊണ്ട് അവരെ ബോധവൽക്കരണത്തിൻ്റെ പാതയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് അവർ കണ്ടെത്തിയ ആശയം. ആ ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ പോലും വലിയ മിഷൻ പദ്ധതികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നും ദിഗന്ധങ്ങൾ മുഴങ്ങുമാറ് പ്രകൃതിയുടെ സാധ്യതകളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ ആ വചനത്തെ ആസ്പദീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ ഈ നവോത്ഥാന നവീകരണ പ്രവർത്തനങ്ങളിൽ ഞങ്ങളും പങ്കാളികളായി തീരുകയാണ്. ഇതിനോടകം ദേശാന്തരങ്ങൾ സഞ്ചരിച്ച് ഞങ്ങളുടെ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി അവതരിപ്പിച്ച സന്ദേശങ്ങൾ കേട്ടിട്ട് നിരവധിയായ ആൾക്കാർ തങ്ങളുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുത്തി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷദായകമായ ഒരവസ്ഥയും, പിന്നെയും ഇങ്ങനെയുള്ള ബോധവൽക്കരണ പരിപാടിയുമായി ജനങ്ങളുടെ നടുവിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതിന് ഞങ്ങൾക്ക് മികച്ച പ്രോത്സാഹനവുമാണ് ലഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യനെ മുച്ചൂടും പിടിച്ച് തകർത്തുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ തിന്മയുടെ പശ്ചാത്തലം കാരണം എന്താണ്?
അതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ചുരുങ്ങിയ ഭാഷയിൽ, ചുരുങ്ങിയ വാക്കുകളിൽ ഞങ്ങളുടെ ശ്രോതാക്കളോട് ഉത്ബോധനം നടത്തിക്കൊണ്ട് ഈ വാക്കുകൾക്ക് ഇവിടെ വിരാമമിടുകയാണ്. ഞാൻ ചോദിച്ച ചോദ്യങ്ങളുടെ വിശകലനങ്ങളിലേക്ക് പ്രവേശിക്കാം. എന്താണ് ഇന്നത്തെ ഈ തിന്മയുടെ കാരണം? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇതിന് എങ്ങനെ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താം? ഈ ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുൻപ് ഇന്ന് നിലനിൽക്കുന്ന ഈ തിന്മയുടെ പശ്ചാത്തലം എല്ലാം തന്നെ വിവരിച്ച് പറയാൻ കഴിയുകയില്ല. കാരണം ഒരു കാലത്ത് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ മുൻപിൽ ഇരുന്ന് വാർത്തകളെ ശ്രവിക്കുമ്പോൾ കുടുംബമായി അത് കേൾക്കുവാനും ഗ്രഹിക്കുവാനും കഴിയുമായിരുന്നു. എന്നാൽ ഇന്നിൻ്റെ പത്രത്താളുകളിലെ വാർത്തകളും അന്ത്യചർച്ചകളും കുടുംബമായി കേട്ടിരിക്കുവാൻ കഴിയാത്ത വിധം മഹാമാരകവും മലീമസവുമായ തിന്മകളെ കൊണ്ട് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന അരാജകത്വത്തിൻ്റെ അവസ്ഥയാണ് കേൾക്കുന്നത്. കുടുംബത്തിൽ പച്ചയ്ക്ക് വിളിച്ചു പറയാൻ കഴിയാത്ത ഒത്തിരി ഒത്തിരി തിന്മകളും നടമാടിക്കൊണ്ടിരിക്കുന്നു. ആരോടും വിളിച്ചു പറയാതെ തന്നെ നമുക്കതേക്കുറിച്ച് നല്ല ബോധമുള്ള കാര്യമാകയാൽ ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. അങ്ങകലെ കോട്ടയത്തിനപ്പുറം കടുത്തുരുത്തി എന്നൊരു പ്രദേശത്ത് ദീർഘവർഷങ്ങൾക്ക് കാത്തിരിപ്പിനൊടുവിൽ ഒരു കുടുംബത്തിൽ പിറവിയെടുത്തൊരു മകളുണ്ടായിരുന്നു, വന്ദന എന്ന പെൺകുട്ടി. ആ പെൺകുട്ടി ആറ്റുനോറ്റ് വളർത്തപ്പെടുകയും ദീർഘനാളത്തെ പഠനത്തിനനന്തരം കാര്യശേഷിയുള്ളൊരു ഡോക്ടറായി പുറത്തു വരികയും നമ്മുടെ നാട്ടിൽ തന്നെയുള്ളൊരു ഹോസ്പിറ്റലിൽ, കൊട്ടാരക്കരയിൽ ഒരു ഹോസ്പിറ്റലിൽ എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ഒരു നല്ല ഡോക്ടറായി സേവനമനുഷ്ഠിച്ചു വരിക അധ്യാപകൻ അവളെ മാരകമായി കൊലപ്പെടുത്തുകയാണ്. അതേക്കുറിച്ച് അന്വേഷണം ചെന്നപ്പോൾ ഈ അധ്യാപകൻ മാരകമായ മയക്കുമരുന്നിന് അടിമയായിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ് പുറത്തു വരുന്നത്. പിന്നീട് പുറത്ത് പറയാവുന്നതും പറയാൻ കഴിയാത്തതുമായ നിരവധി നിരവധി പീഡനങ്ങളും കുടുംബ കലഹങ്ങളും ഗുണ്ടായുസങ്ങളും കൊലപാതകങ്ങളും കുടുംബ തർക്കങ്ങളും ഡിവോഴ്സിൻ്റെ സാധ്യതകളുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ മാരകമായ വിപത്തിന് കേവലം ബോധവൽക്കരണം കൊണ്ട് മാത്രം പരിഹാരം കണ്ടെത്തപ്പെടാൻ കഴിയുമോ? ഇങ്ങനെ പറഞ്ഞാൽ ദീർഘമായി പോകും. അതുകൊണ്ട് തന്നെ പരിഹാരവേദിയിലേക്ക് നമുക്ക് ഉടൻ തന്നെ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ മാനവജനത നേരിടുന്ന മലീമസമായ ഈ പ്രതിസന്ധിക്ക് കാരണം വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ സകല മനുഷ്യരും പാപികളായി തീർന്നു. മതമേതായാലും വർണ്ണമേതായാലും വർഗമേതായാലും സ്ത്രീയായാലും പുരുഷനായാലും സകല മനുഷ്യരും പാപികളാണെന്ന് എല്ലാ വേദങ്ങളും വിളിച്ചു പറയുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ അക്കമിട്ട് അതിൻ്റെ പൂർവ്വ ചരിത്രങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ സകല മനുഷ്യനും പാപികളാണെന്ന് പറയുമ്പോൾ പാപത്തിന്റെ പരിണിത ഫലമാണ് ഇന്ന് സമൂഹം നേരിടുന്ന ഈ വൈകൃതങ്ങളുടെ കാരണം. അടുത്ത കാലത്ത് ചിലർ ചോദിച്ചു, മനുഷ്യനെ പാപി എന്ന് വിളിക്കാമോ? അങ്ങനെ വിളിക്കരുത്, അത് പാപമല്ലേ, അങ്ങനെ പറയുന്നതല്ലേ ശരിയില്ലായ്മ. ഞാൻ അല്പം മുമ്പ് പ്രസ്താവിച്ച വന്ദന എന്ന ഡോക്ടറെ കുത്തിക്കൊലപ്പെടുത്തിയ
ആ വ്യക്തിയെ പിന്നെ പുണ്യവാളൻ എന്ന് വിളിക്കാൻ നമുക്ക് പറ്റുമോ സഹോദരങ്ങളെ? പാതകമല്ലേ കാട്ടിയത്? അത് പാപമല്ലേ? മനുഷ്യൻ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ പാപത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തപ്പെടാതെ ഇന്നത്തെ പ്രതിസന്ധിക്ക് പരിഹാരമില്ല. മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ നേർച്ച കാഴ്ചകളോ അന്നദാന പ്രക്രിയകളോ മറ്റ് ഭേദപ്പെട്ട മെച്ചപ്പെട്ട കാര്യങ്ങൾ സഹായദാനങ്ങളോ ഒക്കെ ചെയ്തുകൊണ്ട് സാധിക്കാമെന്നൊരു മിഥ്യാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചിലർക്കുണ്ട്. എന്നാൽ അത് പര്യാപ്തമല്ല. സംഭാവന ചെയ്യുന്നതിലൂടെ പാപത്തിന് പരിഹാരം കിട്ടുമെങ്കിൽ അന്നത്തേക്ക് അഷ്ടിക്ക് വകയില്ലാതെ ഭാരപ്പെടുന്ന 1 രൂപയുടെ വരുമാനം പോലും ഇല്ലാതെ ക്ലേശിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് ദാനം ചെയ്തുകൊണ്ട് പാപത്തിന് പരിഹാരം നേടാൻ സാധിക്കും? സാധ്യമല്ല. എന്നാൽ ഉയർന്നവനും താണവനും സമൂഹത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലായിരിക്കുന്ന ഏതൊരാൾക്കും പാപത്തിന്റെ ശാശ്വത പരിഹാരം ആവശ്യമാണ്. അത് കണ്ടെത്തുവാനുള്ള ദൈവിക പദ്ധതികളുടെ ഭാഗമായുള്ള ചിന്താധാരയിൽ ഉയർന്നു വന്ന വലിയൊരു പരമാർത്ഥമാണ് മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ പാപമില്ലാത്ത ഒരുവൻ ഉലകത്തിലേക്ക് വരണമെന്നുള്ളത്. പാപമില്ലാത്ത ഒരുവൻ ഉലകത്തിൽ വരണമെങ്കിൽ പാപികളായ മനുഷ്യരിൽ നിന്ന് പാപമില്ലാത്ത ഒരുവനെ ജനിപ്പിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് മണ്ണിന്റെ മണമുള്ള മനുഷ്യൻ പാപിയാകയാൽ പാപിയായ മനുഷ്യനെ അവന്റെ പാപത്തിൽ രക്ഷിക്കുവാൻ ഉലകത്തിന്റെ സൃഷ്ടാവായ സാക്ഷാൽ ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് അവതരിച്ചു. പാപി അവന്റെ പാപത്തിൽ രക്ഷിച്ചില്ല എങ്കിൽ പാപത്തിന്റെ ശമ്പളമായ നിത്യ നരകത്തിന് മനുഷ്യൻ അടിമയായി തീരും. അതിലേക്ക് അകപ്പെട്ടു പോകും. അത് വരാതിരിക്കുവാൻ മനുഷ്യന്റെ മേലുള്ള പാപത്തിന്റെ ശിക്ഷയേൽക്കുവാൻ പാപമില്ലാതെ ഒരുവൻ ഉലകത്തിലേക്ക് അവതരിച്ചു. അവന്റെ പേരാണ് യേശുക്രിസ്തു. ചിലർക്കൊക്കെ എങ്കിലും തങ്ങളുടെ താല്പര്യങ്ങളെ നേടിയെടുക്കുവാൻ യേശുവിനെ ഉപയോഗിക്കാറുണ്ട്. കടം മാറുവാൻ, തൊഴിൽ ലഭിക്കുവാൻ, സമാധാനം ലഭിക്കുവാൻ, രോഗം മാറുവാൻ, ഇങ്ങനെ പലതിനും അതൊക്കെ ലഭിക്കാം. എന്നാൽ അതാണോ യേശു കർത്താവ് ഉലകത്തിലേക്ക് പ്രത്യക്ഷനായതിൻ്റെ ആത്യന്തിക ലക്ഷ്യം? അതിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ: മനുഷ്യനെ അവന്റെ പാപത്തിൽ രക്ഷിക്കണം. പാപമംഗലമായ ജീവിതാനുഭവത്തിൽ നിൽക്കുന്ന മനുഷ്യനെ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് പാപിയുടെ ശിക്ഷ യേശു ഏറ്റെടുത്തു. അങ്ങനെയാണ് ഇന്നേക്ക് 2000 പരം വർഷങ്ങൾക്ക് മുൻപ് യേശു കർത്താവ് മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി സകല മാനവജാതികൾക്കും വേണ്ടി ക്രൂശിൽ പരമയാഗമായി തീർന്നത്. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു. അനേകം മഹാന്മാരുടെ കല്ലറകൾ അടക്കപ്പെട്ട ഇടത്ത് ഇന്നും അടഞ്ഞു കിടക്കുമ്പോൾ അവരിൽ ഒരുവന്റെ കല്ലറയായി അടക്കപ്പെട്ട് മുദ്രയിടപ്പെട്ട രീതിയിൽ അവിടെ കിടക്കാതെ യേശുവിന്റെ കല്ലറ ഒരിക്കൽ ശൂന്യമായി. യേശു മരണത്തെ ജയിച്ചു, ഉയർത്തെഴുന്നേറ്റു. അതിന്റെ ഓർമ്മയാണ് ഇന്ന് ലോകം മുഴുവനും ഇന്നത്തെ ദിവസം ആചരിക്കുന്നത്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ അത് അത്ര കണ്ട് അംഗീകരിക്കുവാൻ എല്ലാവർക്കും കഴിയില്ല. എന്നാൽ അത് വസ്തുതയാണ്, അത് സത്യമാണ്. ലോകത്തിലെ ചരിത്രം ഇന്നതിന് സാക്ഷ്യമാണ്. സാധാരണ നിലയിൽ യേശുവിന് ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ വലിയ സംവിധാനങ്ങൾ
യേശുവിൻ്റെ കല്ലറയ്ക്കൽ ക്രമീകരിച്ചു വെച്ചിരുന്നു. 1, 2, 3, 4 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, യേശുവിനെ ക്രൂശിൽ നിന്നിറക്കി സുഗന്ധദ്രവ്യങ്ങൾ പൂശി മൂറും അഖിലും ചേർത്തുള്ള മിശ്രിതം ഉണ്ടാക്കി അതൊരു വെള്ളത്തുണിയുടെ നാടയിൽ ചുറ്റി പുരട്ടിയ ശേഷം യേശുവിൻ്റെ ശരീരത്തിൻ്റെ തലഭാഗം മുതൽ കാൽഭാഗം വരെ വരിഞ്ഞു വട്ടത്തിൽ മുറുക്കി. അക്കാലത്ത് ജീവിച്ചിരുന്ന വൈദ്യശാസ്ത്രത്തിൻ്റെ ഏറ്റവും മികവാർന്ന നിലയിൽ തയ്യാറാക്കിയ ആ സുഗന്ധദ്രവ്യ കൂട്ട്, അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ശാസ്ത്രീയ അപഗ്രഥനം, അങ്ങനെയുള്ള സുഗന്ധദ്രവ്യ കൂട്ട് റിബണിൽ ചുറ്റി നാടയിൽ ചുറ്റി വരിഞ്ഞു മുറുക്കിയ ഒരു ശരീരം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കോൺക്രീറ്റ് പോലെ, സിമന്റ് കോൺക്രീറ്റ് പോലെ ഡ്രൈ ആയി പോകുമെന്ന അന്നത്തെ വൈദ്യശാസ്ത്രം അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. 48 മണിക്കൂറിനുള്ളിൽ സിമന്റ് കോൺക്രീറ്റ് പോലെ ഡ്രൈ ആയി പോകാവുന്ന ഒരു മിശ്രിതം ഉപയോഗിച്ച് യേശുവിന്റെ മൃതശരീരത്തെ ചുറ്റി പൊതിഞ്ഞു വരിഞ്ഞു കെട്ടി പാറയിൽ വെട്ടിയ കല്ലറയിൽ വെച്ചു. സാധാരണ നമ്മുടെ നാട്ടിൽ നമ്മയൊക്കെ വെക്കുന്നത് കല്ലറയ്ക്കകത്തല്ല, മണ്ണറയ്ക്കകത്താ. നമ്മയൊക്കെ മണ്ണറയ്ക്കകത്ത് വെക്കുമ്പോൾ യേശുവിനെ വെച്ചത് പാറയിൽ വെട്ടിയ പുതിയ കല്ലറയിലാണ്. യേശു ഉയർത്തെഴുന്നേൽക്കപ്പെടാൻ സാധ്യതയില്ല എന്ന് പറയാൻ ഒന്നാമത്തെ കാരണം അവന്റെ ശരീരം 48 മണിക്കൂറിനുള്ളിൽ കോൺക്രീറ്റ് പോലെയായി. രണ്ടാമത്, അത് പാറയിൽ വെട്ടിയ കല്ലറയാ, പെട്ടെന്ന് അതിനെ പൊളിക്കാൻ കഴിയില്ല. മൂന്നാമത്തെ കാര്യം, വലിയ ഒരു കല്ലുപയോഗിച്ച് അതിന്റെ വാതിൽ അവർ അടച്ചു കളഞ്ഞു, അത് പെട്ടെന്ന് തുറക്കാൻ കഴിയില്ല. നാലാമത്തെ കാര്യം, അന്നത്തെ ലോക സാമ്രാജ്യത്തിന്റെ തലവന്മാരായിരിക്കുന്ന ചക്രവർത്തി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൊടുത്ത ആജ്ഞ അനുസരിച്ച് ഹെരോദാവിന്റെ കൽപ്പന പ്രകാരം ആ കല്ലറ റോമ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര ഉപയോഗിച്ച് ആർക്കും പൊട്ടിക്കുവാൻ കഴിയാത്ത, തുറക്കുവാൻ കഴിയാത്ത വിധത്തിൽ അതിനെ ബന്ദോബസ്ത് ചെയ്തു. അടുത്ത കാര്യം, അതിനെ കാവൽ നിർത്തി ഉറപ്പുവരുത്തി. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുവാൻ പാടില്ല, അവനെ ആരും മോഷ്ടിച്ചുകൊണ്ട് പോകരുത് എന്ന് വിചാരിച്ചുകൊണ്ട് യേശുവിന്റെ കല്ലറ അടച്ച് മുദ്ര വെച്ച് അതിനെ പൂട്ടിക്കെട്ടിയപ്പോൾ യേശു കല്ലറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ടതിന് 3-ാമത്തെ ദിവസം, ഹേ മരണമേ, നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെ തകർത്തുകൊണ്ട് യേശു കല്ലറയെ ഭേദ്യം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് കല്ലറയ്ക്ക് വെളിയിൽ വരുവാനിടയായി തീർന്നു. വീണ്ടും 40 ദിവസത്തിൽ പരം അവിടുന്ന് ജീവിച്ചിരിക്കുന്നു എന്ന് ഫലസ്തീന്റെ മണ്ണിൽ താൻ തന്നെ വെളിപ്പെട്ട് സാക്ഷ്യം പ്രസ്താവിച്ച ശേഷം യേശു ഉയരത്തിലേക്ക് കരേറിപ്പോയി. സ്വർഗത്തിലേക്ക് യേശു ഉയരത്തിലേക്ക് കരേറിപ്പോയപ്പോൾ 2 സാക്ഷികൾ വന്ന് വിളിച്ചു പറയുകയാ, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് ഉറ്റുനോക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. മറ്റൊരു ഭാഗത്ത് പറയുന്നു, നിങ്ങളെ ചേർക്കുവാൻ വരും. പ്രിയമുള്ളവരെ, ഇത് മതം മാറ്റത്തിന്റെ പ്രസംഗമല്ല, ഇത് മനം മാറ്റത്തിന്റെ പ്രസംഗമാണ്. ഇത് മതപരിവർത്തനത്തിന്റെ പ്രസംഗമല്ല, ഇത് മനപരിവർത്തനത്തിന്റെ പ്രസംഗമാണ്. നിങ്ങളുടെ പേരെന്തുമാകട്ടെ, നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങൾ എവിടെയുമാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ മലീമസമായ ജീവിത സാഹചര്യത്തിൽ അഴന്നുലയുന്ന ആരെങ്കിലും ഒരാളെൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിപ്പാൻ വിടുതലിനുള്ള അവസരം ഇത് മാത്രമാണെന്ന് ഞാൻ പ്രസ്താവിക്കുന്നു. മനുഷ്യൻ നേരിടുന്ന പാപത്തിന് പരിഹാരം യേശു ക്രിസ്തു വരുത്തിയിട്ട് എന്തിനു വേണ്ടി യേശു അടക്കപ്പെട്ട ഇടത്തു നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് ചോദിച്ചാൽ വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിക്കുന്നവരും ഉയർത്തെഴുന്നേൽക്കും. മരണത്തിന് ശേഷം
മറ്റൊന്നായി അവതരിക്കും എന്നല്ല. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് മനുഷ്യൻ മരിച്ചാൽ അവൻ ഉയർക്കും, അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണമുള്ള പ്രതിഫലം വാങ്ങാൻ എഴുന്നേറ്റ് വരും. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരും ക്രിസ്തുവിനെ പോലെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. അതിനെന്ത് വേണം? അതിന്റെ ഉത്തരമാണ് ആദ്യം ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരം. അതിങ്ങനെയാണ്: പാപത്തിന് പരിഹാരം വരുത്തുവാൻ പണം മുടക്കണമോ? എന്ത് ചെയ്താൽ കിട്ടുമെന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം ഇതാണ്: യേശുവേ, ഞാനൊരു പാപിയാ, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പാപത്തിന് പരിഹാരം വരുത്തുവാൻ മരിച്ച യേശുവേ, അങ്ങേ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ, അവിടുത്തെ മകനാക്കി അവിടുത്തെ മകളാക്കി എന്നെ സ്വീകരിക്കണമേ എന്ന് പശ്ചാത്താപത്തോടെ ആര് പറയുന്നുവോ പണം മുടക്ക് കൂടാതെ ഈ രക്ഷ സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഈ സൗജന്യ രക്ഷ പ്രാപിച്ചെടുക്കേണ്ടതിന് നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതം തകർച്ചയിലാണോ? ദാമ്പത്യ തകർച്ചയിലാണോ? സ്കൂളിലേക്ക് പോകുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മടങ്ങി വരുന്നത് വരെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടിരിക്കുക. കാരണം ഇന്നത്തെ കലാലയങ്ങൾ പോലും ലഹരി വിറ്റഴിക്കുകയും എല്ലായിടത്തുമല്ല, നിരവധി സ്ഥലങ്ങളിൽ കലാലയങ്ങളിൽ മയക്കുമരുന്നിന്റെ വിൽപ്പന കേന്ദ്രങ്ങളുണ്ട്. അതിന്റെ സമീപത്തുള്ള കടകളിൽ പലയിടത്തുമുണ്ട്. റെയ്ഡുകളിൽ പിടിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മുടെ തലമുറകൾ സ്കൂളിൽ പോയാൽ, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച കാലത്ത് നാം അവിടെ സുരക്ഷിതരായിരുന്നു. എന്നാൽ ഇന്നത്തെ മക്കൾ സ്കൂളുകളിൽ പോലും സുരക്ഷിതരല്ല. അവർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കോവിഡ് കാലത്ത് അവരുടെ കരങ്ങളിൽ ലഭിച്ച മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അവർ പഠിക്കുകയും അപ്പോൾ തന്നെ അതിനേക്കാൾ ഉപരി രഹസ്യമുറികളിൽ അവർ അതിനകത്ത് നിന്ന് മദ്യത്തേക്കാൾ ലഹരിയേക്കാൾ പെരുപ്പമേറിയ, അതിനേക്കാൾ വലിപ്പമേറിയ മാരകമായ മയക്കുമരുന്നിന് തുല്യമായ നിരവധി പ്രതിഭാസങ്ങൾക്ക്, നിരവധി തിന്മകൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇന്റർനെറ്റ് വഴി ഇന്നത്തെ തലമുറ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുവാൻ ഞങ്ങളുടെ ജീവിതാനുഭവത്തിൽ നിന്ന് പറയാം. ഞങ്ങളിൽ പലരും ഒരു കാലത്ത് പല വിധത്തിലുള്ള തിന്മകൾക്ക്, അരാജകത്വങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചപ്പോൾ, ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങനെ സഞ്ചരിച്ചപ്പോൾ നന്മയുടെ നാളുകളെ ഞങ്ങൾ കോരിത്തരുവാൻ അവർ പണം മുടക്കിയതല്ല, അവർ ഞങ്ങളെ ശിക്ഷിച്ചതുകൊണ്ടല്ല, അവർ പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും ദുർനടപ്പിൽ നിന്നും വിടുതൽ പ്രാപിച്ചിട്ട് ഞങ്ങളുടെ മുൻപിൽ മാതൃകയോടെ ജീവിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് പലർക്കും ഇങ്ങനെയാകാൻ കഴിഞ്ഞു. ഞങ്ങളുടെ തലമുറകളെ കുറിച്ച് ഓർത്ത് ഞങ്ങൾക്ക് ഭയമില്ലാതെ ഇരിക്കുന്നതിന് കാരണം ഞങ്ങൾ ദൈവഭയമുള്ളവരായി ജീവിക്കാൻ കഴിയുന്നത് കൊണ്ട് മദ്യവും മയക്കുമരുന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത മാന്യമായ ഒരു ജീവിതം നയിക്കുവാൻ കഴിയുന്നത് കൊണ്ട് ഞങ്ങളുടെ മക്കളും ആ നിലകളിൽ മാന്യമായി പഠിക്കുന്നു, ഉയരങ്ങളിൽ സഞ്ചരിക്കുന്നു, ജോലിയിൽ പ്രവേശിക്കുന്നു, മികച്ച തലത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, താങ്കൾ ബിസിനസിന്റെ തകർച്ചയിലാണോ? താങ്കളുടെ കുടുംബജീവിതം പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ട് ഡിവോഴ്സിന് വക്കി നിൽക്കുന്നുവോ? മാരകമായ രോഗങ്ങളാൽ പിടിക്കപ്പെട്ടിട്ട് അത് മരണത്തിലേക്ക് എത്തിക്കുമോ എന്നോർത്ത് ഭാരപ്പെടുന്ന വ്യക്തിയാണ് താങ്കൾ. മദ്യത്തിനും മയക്കുമരുന്നിനും വിധേയപ്പെട്ടിട്ട് അടിമയായി തീർന്നിട്ട് ജീവിതം നാശത്തിന്റെ വക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് താങ്കൾ. എങ്കിൽ നിരാശപ്പെടേണ്ട, നിങ്ങൾക്ക് ശാശ്വത സമാധാനത്തിന്റെ അനുഭവം. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ലോകം തരുന്നത് പോലെയല്ല, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. തിരുവെഴുത്ത് പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് വിശുദ്ധ തിരുവെഴുത്ത് ബൈബിൾ ഉദ്ഘോഷണം ചെയ്യുന്നു. മറ്റൊരു ഭാഗം വചനം പറയുന്നു, ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും, അപ്പോൾ സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിക്കാതെ സകലത്തെയും തീയിലിട്ട് ചുട്ടുകളയുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതെ, ഈ ന്യായവിധിയുടെ തീക്കനൽ ജ്വലിച്ചുകൊണ്ട് മാനവകുലത്തിന് നേരെ അടുത്തു വരുന്ന കാലമാസന്നമായിരിക്കുന്നു. അതിനു മുൻപേ ഇതാ ഉയരത്തിലേക്ക് കരേറിപ്പോയ യേശു പറഞ്ഞതുപോലെ വീണ്ടും വരാൻ കാലമാസന്നമായിരിക്കുന്നു. യേശു ക്രിസ്തു വരുന്നതിന് മുന്നോടിയായി നടക്കുമെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇന്ന് പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ വരവ് അടുത്തിരിക്കുന്നു. യേശുവിന്റെ വരവിൽ എതിരേൽക്കുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു.
അതിനെന്ത് ചെയ്യണം? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അധികാരം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമനിമിത്തമുള്ള പാപത്തിന്റെ മോചനം വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലിനാൽ പ്രാപിച്ചെടുത്തുകൊണ്ട് ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക്, രാഷ്ട്ര നിർമ്മാണ പദ്ധതികളിലേക്ക്, സമൂഹത്തിലെ മാന്യമായ അനുഭവങ്ങളിലേക്ക്, സമൂഹത്തിനും രാഷ്ട്രത്തിനും കുടുംബത്തിനും വ്യക്തിപരമായ ജീവിതത്തിനും ബിസിനസ് മേഖലകളിലും തൊഴിലിടങ്ങളിലും മാന്യമായ ജീവിതം, മെച്ചമായ ജീവിത സാധ്യതകൾ, സമാധാന സമ്പുഷ്ടമായ ജീവിതം ലഭ്യമാകേണ്ടതിന് ഏകമാർഗം യേശുക്രിസ്തു മാർഗം, യേശുക്രിസ്തുവിലൂടെ മാത്രം അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരുവാൻ ആഹ്വാനം ചെയ്യുന്നു. ഈ ബോധവൽക്കരണ സംവിധാനം അത് നിറവേറി കഴിയുമ്പോൾ അതിന് പറയുന്ന പേരാണ് മാനസാന്തരം എന്ന്. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിപ്പീൻ എന്ന് വചനം പറയുന്നു. ആകയാൽ ഈ വചന നിർവഹണം നടത്തുന്ന ഈ ആലോചനയുടെ മുൻപിൽ സൗജന്യമായുള്ള രക്ഷാകര പദ്ധതിയെ സ്വീകരിച്ചുകൊണ്ട് ഒരു നല്ല ജീവിതം നയിച്ച് നാളെയുടെ വാഗ്ദാനങ്ങൾക്ക് നല്ല നിലപാടുകൾ കൈക്കൊള്ളുന്ന സാമൂഹ്യ അനുഭവങ്ങളുള്ള വ്യക്തികളായി മാറേണ്ടതിന് ഏവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ആൾ.